ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ ഷ്രിമ്പ് കൊണ്ടുള്ള ഒരു റോസ്റ്റാണ്. സാധാരണ തട്ടുകടയിൽ കിട്ടുന്ന ഈ ഫുഡ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. വളരെ ഈസിയാണ് ഇതുണ്ടാക്കാൻ. കുട്ടികൾക്ക് പോലും ഇത് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മളിതിനു വേണ്ടി 1 കിലോ ഫ്രഷ് ഷ്രിമ്പ് വാങ്ങിച്ച് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 സ്പൂണ് റെഡ് ചില്ലി ഇടണം. ഒരു സ്പൂണ് ഉപ്പ്, പിന്നെ ആവശ്യത്തിന് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി നമ്മളിവിടെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ 1 സ്പൂണ് പെപ്പർ. എന്നിട്ട് നമ്മൾ നല്ലതായിട്ടത് ഇളക്കണം. ഒരു 3 മിനിറ്റ് അത് ഇളക്കി നല്ല മിക്സ് ചെയ്യുന്നത് വരെ നമ്മളത് ഇളക്കിക്കൊണ്ടിരിക്കണം. റോസ്റ്റിൽ നമ്മൾ തേങ്ങയുടെ പീസ് ഉപയോഗിക്കുന്നുണ്ട്. തേങ്ങ പീസ് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഇഷ്ടപ്പെടുന്നതാണ്. ഇതിനെ ഒരു 20 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യിപ്പിക്കണം. ഷ്രിമ്പ് വറുത്തെടുക്കുന്നതാണ് അടുത്ത പരിപാടി. അതിനായി ചൂടായ തവയിൽ 2 സ്പൂൺ വെളിച്ചെണ്ണ കിട്ടാനില്ലെങ്കിൽ 2 സ്പൂൺ വെജിറ്റബിൾ ഓയിലായാലും മതിയാകും. എണ്ണ ചൂടാക്കാൻ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ചൂടാവും. ഒരു 2-3 മിനിറ്റ് എണ്ണ ചൂടായി കഴിഞ്ഞാൽ എണ്ണ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചെമ്മീൻ, നമ്മൾ മുളകെല്ലാം വെച്ച് പിടിപ്പിച്ച ചെമ്മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എണ്ണ തെറിക്കാതെ ഇരിക്കാൻ ശ്രദ്ധിക്കണം. കണ്ണിൽ തെറിക്കാൻ സാധ്യതയുണ്ട്. ടേക്ക് കെയർ. ഇത് കൂടുതൽ വറക്കേണ്ട കാര്യമില്ല. കൂടുതൽ വറുത്താൽ ഇത് റബ്ബർ പോലെയാകും. പിന്നെ നമുക്കിത് കറി ഉണ്ടാക്കാൻ പറ്റത്തില്ല, പന്ത് കളിക്കാനേ പറ്റത്തുള്ളൂ. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ അത് തിരിച്ച് ഇട്ട് കൊടുക്കണം. ഒരു വശം ഒരു 3 മിനിറ്റ് വെച്ച് വെന്താൽ മതിയാകും. നമ്മൾ അതൊന്ന് സ്മൂത്തായിട്ടൊന്ന് ഇളക്കിയിട്ട് തിരിച്ച് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇട്ട് കൊടുക്കും. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി എടുത്ത് വെക്കാം. പിള്ളേർ കാണാതെ സൂക്ഷിക്കണം, അല്ലെങ്കിൽ കറി ഉണ്ടാക്കുമ്പോൾ നമ്മുടെ ചെമ്മീൻ കാണില്ല. നമ്മൾ അടുത്തായിട്ട് റോസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അതിലേക്ക്
കപ്പ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കുക. അതെല്ലാം ഒന്ന് മിക്സായി വരും. എന്നിട്ട് നമുക്കൊരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കഴിക്കാം. മസാല നല്ലതായിട്ട് ഇളക്കുക. അതിലേക്ക് കുറച്ച് കറി ലീവ്സ് ഇടണം. നമ്മൾ പതുക്കെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ഇട്ട് കൊടുക്കണം. നല്ലതായിട്ട് ഇളക്കുക. മുളകെല്ലാം നല്ലതായിട്ട് മിക്സ് ചെയ്യണം. അതിൻ്റെ അകത്ത് മസാല നല്ലതായിട്ട് മിക്സ് ചെയ്തെടുത്ത് ഒരു 3 to 5 മിനിറ്റ്സ് അത് മീഡിയം ഫ്ലെയിമിൽ ഇളക്കിക്കൊണ്ടിരിക്കണം. മിക്സ് ചെയ്യുന്നതിൽ കൂടിയും നമ്മൾ ഇളക്കി കൊടുക്കുന്നതിൽ കൂടിയൊക്കെയാണ് ഇതിന് ടേസ്റ്റ് വർദ്ധിക്കുന്നത്. ഷ്രിംപ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി. എല്ലാവരും ഈ വീഡിയോ കാണുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വിഭവവുമായി സൈനിങ് ഓഫ് അനൂസ് കിച്ചൺ.